ഹായ് ഓൾ, അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്, എത്ര കുടിച്ചാലും കൊതി തീരില്ല. ഇത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ടാണ്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടിത് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിലടിക്കുമ്പോൾ നല്ല പോലെ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് വേവിച്ച വെള്ളം കുക്കറിലുണ്ടായിരുന്നു, വളരെ കുറച്ചാണുള്ളത്. അതോടുകൂടി തന്നെ ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടി ഒരു 1/4 സ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ വറുത്ത കപ്പലണ്ടി ഒരു 1/4 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ജാറിലുള്ളത് പറ്റി പിടിച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ജ്യൂസിൻ്റെ കട്ടി എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് പാലൊഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ആകെ 1 ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ പകുതി ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ബാക്കി പകുതി ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ബൗളിൽ ഒരുപാടായിട്ട് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1-2 കാര്യം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞു പോവും. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിയിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം, ഓരോരുത്തരുടെ തണുപ്പിനനുസരിച്ച്. പിന്നെ ഈ ഒരു ജ്യൂസിൻ്റെ പരുവെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ അതിൻ്റെ ആ ഒരു പാകം ഇഷ്ടം അതിനനുസരിച്ച് ആക്കിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് റെഡിയായി കിട്ടി. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.